ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ 6 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. 242 റൺസ് വിജയലക്ഷ്യം 42.3 ഓവറിൽ മറികടന്നു. സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് അനായാസ ജയം സമ്മാനിച്ചത്. മഹേഷ് പോലൂർ വിശദാംശങ്ങൾ നൽകും. മഹേഷ്, വലിയ സന്തോഷത്തിന്റെ ഒരു ദിനം കൂടി, ആധികാരികമായൊരു പ്രകടനത്തിന്റെ മികവിൽ ഒപ്പം വിരാട് കോഹ്ലി വീണ്ടും കളം നിറഞ്ഞ് കളിച്ച സന്തോഷ കാഴ്ച, അതിനൊപ്പം എല്ലാ അർത്ഥത്തിലും ഒരു ഓൾറൗണ്ട് മികവിൽ ഇന്ത്യ പാകിസ്ഥാനെ, ചിരവൈരികളായ പാകിസ്ഥാനെ തോൽപ്പിക്കുന്ന ഒരു വലിയ മുഹൂർത്തം. എങ്ങനെ ഈ മത്സരത്തെ മൊത്തത്തിൽ വിലയിരുത്താം മഹേഷ്? അനായാസ ജയം സൈഫുദ്ദീൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനായാസമായ ഒരു ജയം ഇന്ത്യ നേടിയിരിക്കുന്നു. പറഞ്ഞതുപോലെ കിങ് കോഹ്ലി കളം നിറഞ്ഞ് കളിച്ചപ്പോൾ പിന്നെ പാകിസ്ഥാന് വേറെ വഴിയില്ല, കീഴടങ്ങുക മാത്രമായിരുന്നു. എന്തായാലും കോഹ്ലി അവസാന പന്തിൽ, അതായത് അവസാന പന്ത് എന്ന് പറയുന്നത് വിജയ റണ്ണും കോഹ്ലിയുടെ സെഞ്ചുറിയുടെ പന്തും ഒരേ പന്തായിരുന്നു. 4 റൺസ് വേണമായിരുന്നു. മനോഹരമായ ഒരു കവർ ഡ്രൈവിലൂടെ വിരാട് കോഹ്ലി ഒരു ബൗണ്ടറി നേടി അദ്ദേഹം 100 റൺസ് തികച്ചു. ഒപ്പം ഇന്ത്യയെ ജയത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുകയും ചെയ്തു. മനോഹരമായൊരു ബാറ്റിംഗ് അദ്ദേഹം കാഴ്ചവെച്ചു. 111 പന്തിൽ 100 റൺസ് എടുത്ത് വിരാട് കോഹ്ലി തൻ്റെ 51ാമത്തെ ഏകദിന ക്രിക്കറ്റിലെ സെഞ്ചുറി പൂർത്തിയാക്കി. മാത്രമല്ല ഇന്ന് തന്നെ 15 റൺസ് എടുത്തപ്പോൾ, ആദ്യ 15 റൺസ് എടുത്തപ്പോൾ തന്നെ അദ്ദേഹം അതിവേഗം 14,000 ക്ലബിലെത്തുന്ന ബാറ്ററുമായിരുന്നു. എന്തായാലും കോഹ്ലിയുടെ ദിനമായിരുന്നു ഇന്ന്. ഒപ്പം തന്നെ ശ്രേയസ് അയ്യരുടെ ദിനമായിരുന്നു. ശ്രേയസ് അയ്യർ അർദ്ധ സെഞ്ചുറി നേടി. 67 പന്തിൽ 56 റൺസ് ശ്രേയസ് അയ്യർ നേടി. ശുഭ്മൻ ഗിൽ പതിവ് ഫോം തുടർന്നു. 46 റൺസ് എടുത്ത് ഗിൽ പുറത്തായെങ്കിലും 46 റൺസ് എടുത്ത് ഒരു നല്ല അടിത്തറ പാകി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 20 റൺസ് എടുത്തു. ഇടയ്ക്ക് ഹാർദിക് പാണ്ഡ്യ ഒന്ന് വന്ന് ഒരു ബൗണ്ടറി നേടി. ആ സമയത്ത് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയിലേക്ക് കടക്കുകയായിരുന്നു. ഒരു പക്ഷേ ഹാർദിക് അങ്ങ് അടിച്ച് തീർത്ത് കളി അവസാനിപ്പിക്കുമോ, കോഹ്ലിക്ക് സെഞ്ചുറി ഇല്ലാതാകുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഹാർദിക് പാണ്ഡ്യ പുറത്തായി. പക്ഷെ അതിനുശേഷം അക്സർ പട്ടേൽ വന്ന് കോഹ്ലിയുടെ സെഞ്ചുറിക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ അക്സർ കൃത്യമായി അദ്ദേഹത്തിന് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് നൽകുന്നുണ്ടായിരുന്നു. അർഹിച്ച സെഞ്ചുറി ആയിരുന്നു വിരാട് കോഹ്ലി. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സ്ട്രൈക്ക് റൊട്ടേഷൻ അക്സർ പട്ടേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും 45 പന്തുകൾ ശേഷിക്കെ ഇന്ത്യ ആധികാരികമായ ഒരു ജയം പാകിസ്ഥാനെതിരെ നേടിയിരിക്കുന്നു. സമീപകാലത്തൊന്നും പാകിസ്ഥാൻ ഇന്ത്യയെ മറികടക്കാനായിട്ടില്ല. അത് ആ ഒരു വിജയ യാത്ര ഇന്ത്യ തുടരുകയാണ്. ദുബായിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാണികൾക്ക് മുന്നിൽ ആധികാരികമായ ജയം. സെമിയോടടുത്തു എന്ന് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സെമിയിലെത്തി എന്ന് പറയാം. പക്ഷേ എന്നാൽ പോലും ക്രിക്കറ്റാണ്, അതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഇന്ത്യ സെമിയിലേക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ബംഗ്ലാദേശിന് ഇനി 2 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ന്യൂസിലൻഡും ഇന്ത്യയും തമ്മിലുള്ളൊരു മത്സരമുണ്ട്. അതിനൊക്കെ ആശ്രയിച്ചാണ്. എന്നാൽ പോലും ഇന്ത്യ സെമിയുടെ വാതിൽ തുറന്ന് അവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. ആധികാരികമായ ജയം ഒരു ചാൻസും പാകിസ്ഥാന് നൽകിയില്ല. കൃത്യമായ രീതിയിൽ പന്തെറിഞ്ഞു വീഴ്ത്തി, കൃത്യമായ രീതിയിൽ റൺസ് അടിച്ചുകൂട്ടി ഇന്ത്യ അനായാസം പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു.